എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭാഗവത മാഹാത്മ്യത്തിൽ 4-ാമത്തെ അധ്യായം പാരായണം ചെയ്യാം. അത ചതുർഥോധ്യായഃ. ശ്രീസൂത ഉവാച അത വൈഷ്ണവചിത്തേഷു ദൃഷ്ട്വാ ഭക്തിമലൗകികീം നിജലോകം പരിത്യജ്യ ഭഗവാൻ ഭക്തവത്സലഃ വനമാലിംഗനശ്യാമ പീതവാസ മനോഹര കാഞ്ചീകലാപരുചിരോ ലസന്മകുടകുണ്ഡല ത്രിഭംഗലളിതശ്ചാരു കൗസ്തുഭേന വിരാജിതഃ ഓടിജന്മദലാവണ്യോ ഹരിചന്ദനചർച്ചിതഃ പരമാനന്ദജിന്മൂർത്തി മധുരോരളീധര ആവിവേശ സ്വഭക്താനാം ഹൃദയാന്യമലാനിജ വൈകുണ്ഠവാസിനോ യേജ വൈഷ്ണവോദ്ധവാദയ തത്കഥാശ്രവണാർത്ഥം ദേ ഗുഡരൂപേണ സംസ്ഥിതാഃ തഥാ ജയ ജയ രാവോ രസഭ്രഷ്ടിരലൗകികീ ചൂർണപ്രസൂനവൃഷ്ടിശ്ച മുഹുശങ്കരവോപ്യഭൂത് തൽസഭാസംസ്ഥിതാനാം ച ദേഹഗേഹാത്മവിസ്തൃതി ദൃഷ്ട്വാ ച തന്മയാവസ്ഥാം നാരദോ വാക്യമബ്രവീത് അലൗകികോയം മഹിമാ മുനീശ്വര സപ്താഹജന്യോദ്യവിലോകിതോ മയാം മൂഢാചടായേ പശുപക്ഷിണോത്ര സർവേപി നിഷ്പാപതമാ ഭവന്തി അധോ നൃലോകേ നനു നാസി കിഞ്ചിത് ചിത്തസ്യ ശോധായ കലോപവിത്രം അഘോഘവിധ്വംസകരം തദൈവ കഥാ സമാനാം ഭുവി നാസി ചാന്യത് കേ കേ വിശുദ്ധ്യന്തി വദന്തു മഹ്യം സപ്താഹയജ്ഞേന കഥാമയേന കൃപാലുവേ ലോകഹിതം വിചാര്യ പ്രകാശിത കോപി നവീനമാർഗഃ കുമാരാവോജോ യേ മാനവ പാപകൃതസ്തു സർവദാ സദാ ദുരാചാരരതാ വിമാർഗകാം ക്രോധാഗ്നിദഗ്ധോ കുടിലാശകാമിന സപ്താഹയജ്ഞേന കലോ പുനന്ദിതേ സത്യേന ഹീനാ വിധൃമാതൃദൂഷക തൃഷ്ണാകുലാശ്രമധർമ്മവർജിതാം ഏതാംബികാ മത്സരിണോ വിഹിംസക സപ്താഹയജ്ഞേന കലോ പുനന്ദിതേ പഞ്ചോഗ്രപാപാശലചാത്മകാരിണ ക്രൂരാപിശാചൈവ നർദയാശയേ ബ്രഹ്മസ്വപുഷ്ടാ വ്യഭിചാരകാരിണ സപ്താഹയജ്ഞ കലോ പുനന്ദിതേ കായേന വാചാ മനസാ വിവാദകം നിത്യം പ്രകുർവന്തി ഷടാഘടേനയേ പരസുപുഷ്ടം മലിനാ ദുരാശയ സപ്താഹയജ്ഞേന കലോ പുനന്ദിതേ അത്ര തേ കീർത്തയിഷ്യാമ ഇതിഹാസം പുരാതന യസ്യ ശ്രവണമാത്രേണ പാപഹാനി പ്രജായതേ തുംഗഭദ്രാതടേ പൂർവം അഭൂപത്തനമുത്തമം യത്ര വർണ്ണസ്വധർമ്മേണ സത്യസത്കർമ്മതത്പരാഃ ആത്മദേവ പുരേ തസ്മിൻ സർവവേദവിശാരദഃ ശ്രൗതസ്മാർത്ഥേഷു നിഷ്ണാതോ ദ്വിതീയ ഇവ ഭാസ്കര ഭിക്ഷുകോ വിത്തവാം ലോകേ തത്പ്രിയാതുന്തുലേ സ്മൃത സ്വവാക്യസ്ഥാപികാ നിത്യം സുന്ദരേ സുകുലോദ്ഭവ ലോകവാർത്താരഥാ ക്രൂര പ്രായശോ ബഹുജൽപിക ശൂരാജ ഗൃഹകൃത്യേഷു കൃപണാ കലഹപ്രിയ ഏവം നിവസതോ പ്രേംണ ദാമ്പത്യോരമമാണയോ അർത്ഥകാമാസയോരാസൻ ന സുഖായ ഗൃഹാധികം പശ്ചാധർമാസമാരബ്ധ സാഭ്യാം ന സന്താനഹേതവേ ഗോഭൂഹിരണ്യവാസാംസി ദിനേഭ്യോ യച്ഛത സദാ ധനാർത്ഥം ധർമ്മമാർഗേണ താഭ്യാനീതം ദദാവിജ ന പുത്ര നാഭിവാ പുത്രേ തദശ്യന്ധാതുരോ വൃശം
ഏകദാസാദിജോ ദുഃഖ ഗൃഹം त्यक्त्वा വനം ഗത മധ്യാഹ്നെ ഋഷീദോജാന സടാകം സമുപേയിവാൻ പീത്വാ ജലം നിഷണ്ണസ്തു പ്രജാ ദുഃഖേന കർഷിത മുഹൂർത്താദപി തത്രൈവ സന്യാസീ കശ്ചിദാ ഗത ദൃഷ്ട്വാ പീതജലം ദം തു വിപ്രോ യാതസ്തദന്തികം നക്ത്വാ ച പാദയോസ്തസ്യ നിശ്വസൻ സംസിതഃ പുരഃ ശ്രീയതിരുവാച കഥം ജ്യോതിഷീ വിപ്ര ത്വം കാലേ ചിന്താപരീയസി വദ ത്വം സത്വരം മഹ്യം സ്വസ്യ ദുഃഖസ്യ കാരണം. ബ്രാഹ്മണ ഉവാച കിം ബ്രവീമീർഷേ ദുഃഖം പൂർവപാപേന നിസ്സഞ്ചിതം മദീയ പൂർവജാ സോയം കവോഷ്ണമുപഭുഞ്ജതേ മദത്തം നൈവ ഗൃഹ്ണന്തി പ്രേത്യാ ദേവാദിജാതയ പ്രജാ ദുഃഖേന ശൂന്യോഹം പ്രാണാസ്ത്യക്തുമിഹാഗത ദിഗ്ജീവിതം പ്രജാഹീനം ദിഗ്ഗൃഹം ച പ്രജാം വിനാ ദിഗ്ധനം ചാനപത്യസ്യ ദിക്കുലം സന്തതിം വിനാ പാലതേയാ മയാ ധേനു സാ വന്ദ്യാ സർവദാ ഭവേ യോ മയാ രോപിതോ വൃക്ഷ സോപി വന്ദ്യത്തമാശ്രയേത് യദ്ബലം മദ്ഗൃഹായാതം തച്ച ശീഘ്രം വിനശ്യതി നിർഭാഗ്യസാനപത്യസ്യ കിമതോ ജീവിതേന മേ ഇത്യുക്താ സാരുരോധച്ഛൈ തത്പാർശ്വം ദുഃഖപീഡിത തദാ തസ്യ ദേശിത്തെ കരുണാഭൂങ്കരീയസി തദ്ബലാക്ഷരമാലാം ച വാചയാമാസ യോഗവാൻ സർവം ജ്ഞാത്വാ ഇതി പശ്ചാ വിപ്രമോദേ സവിസ്തരം. യതിരോവാച മുഞ്ചാജ്ഞാനം പ്രജാരൂപം ബലിഷ്ഠകർമ്മണോ ഗതി വിവേകം ദോ സമാസാദ്യ ത്യജ സംസാരവാസനാം ശൃണുവിപ്രമയാദേദ്യ പ്രാരബ്ധം ദോ വിലോകിതം സപ്തജന്മാവധി തവ പുത്രോ നൈവ ജ സന്തതേ സകരോ ദുഃഖം അവാപാംഗപുരാ തദാ രേ മുഞ്ചാദ്യ കുടുംബാശാം സന്യാസേ സർവദാ സുഖം. ശ്രീബ്രാഹ്മണോവാച വിവേകേന ഭവേത് കിം മേ പുത്രം ദേഹി ബലാദപി നോ ചേത്യജാമ്യഹം പ്രാണ സദഗ്രേ ശോകമൂർച്ഛിതഃ പുത്രാദി സുഖഹീനോയം സന്യാസ ചുഷ്ക ഏവ ഹി ഗൃഹസ്ഥ സരസോ ലോകേ പുത്രപൗത്ര സമന്വിത ഇതി വിപ്രാഗ്രഹം ദൃഷ്ട്വാ പ്രാബ്രവീത്സസ്തബോധനഃ ചിത്രകേതോംഗതക്ലഷ്ടം വിധിലേഖാവിമാർജനാത് നയാസ്യസി സുഖം പുത്ര യഥാ ദൈവഹതോദ്യമ തതോ ഹഠേന യുക്തോസി ഹൃദിനം ഖീവദാമ്യഹം. തസ്യാഗ്രഹം സമാലോക്യ ബലമേകം സദത്തവാൻ ഇദം ഭക്ഷയ പത്ന്യാ ത്വം തതഃ പുത്രോ ഭവിഷ്യതി. സത്യം സൗജ്യം ദയാദാനം ഏകഭക്തം ദുഭോജനം വർഷാവധി ശ്രിയാകാര്യം തേന പുത്രോതി നിർമ്മലഃ. ഏവമുക്തായയോ യോഗി വിപ്രസ്തോ ഗുഹമാഗത പത്ന്യാ പാണോഫലം ദത്വാ സ്വയം യാതസ്തു കുത്രചിത്. തരുണീ കുടിലാതസ്യ സഖ്യഗ്രേ ജാരുരോധഃ അഹോ ചിന്താ മമോത്പന്ന ബലം ചാഹം നട്ഭക്ഷയേ. ബലഭക്ഷേണ ഗർഭസ്യ ഗർഭേണോദരവൃദ്ധിതാ സ്വൽപവർഷം തതോ ശക്തി ഗൃഹകാര്യം കഥം ഭവേത്. ദേവാഘാടീ വ്രജേദ്ഗ്രാമേ പലായേ ഗർഭണേ കഥം ശുഗവന്യവസേ ഗർഭസ്ഥം കുക്ഷേ കഥമുസൃജേത്. തിര്യക്ഛേദാഗതോ ഗർഭസ്ഥദാമി മരണം ഭവേ പ്രസൂതോ ദാരുണം ദുഃഖം സുകുമാരീ കഥം സഹേ. മന്ദായാമയി സർവസ്വം നനാന്ദാ സംഹരേ തദാ സത്യശൗചാദിനിയമോ ദുരാരാധ്യ സുദർശതേ.
लालने पालने दुःखं प्रसूदायाश वर्तते वन्द्या वा विधवा नारी सुखिनी चेदि मे मति एवं कुतर्कयोगेन तद्बलं नैव भक्षितं पत्यपृष्टं बलं भुक्तं चेदि तयेरिदम् एकदा भगिनी तस्या तद्गृहं स्वेच्छया गता तदग्रे कथितं सर्वं चिन्तेयं महतीहि मे दुर्बलादेन दुःखेन हेनुजे करवाणीं सा ब्रवीन्मम गर्भोऽसि तं दास्यामि प्रसूदितः तावत्कालं सगर्भैव गुप्तादिष्टगृहे सुखं वित्तत्वं मत्पतिर्यच्छ सदे दासति बालकम् षण्मासिको मृदो बाले इति लोको वदिष्यति तं बालं पोषयिष्यामि नित्यमागत्य ते गृहे बलमर्पयते नैत्वं परीक्षार्थं तु साम्प्रतं तत्तदा चरितं सर्वं तदेव श्रीस्वभावद अधकालेन सायारि प्रसूदा बालकं तदा आनीय जनगोपालं रहस्ये दुन्दुलीं ददौ तया जगदिदं भर्त्रे प्रसूदा सुखमर्भग लोकस्य सुखमुत्पन्नम् आत्मदेव प्रचोदयात् ददौ दानं द्विजादिभ्यो जातकं विदाय च गीतवादित्रघोषो भूत्वा द्वारे मङ्गलं बहु भर्तुरग्रे ब्रवीर्वाक्यं सन्न्यं नास्ति कुजे मम अन्यस्तन्येन दुर्दुग्ध कथं पुष्णामि बालकम् मत्ससूच प्रसूदाय मृदो बालस्तु वर्तते तमाकार्य गृहे रक्ष सा देवं पोषयिष्यति पदिना तत्कृतं सर्वं पुत्ररक्षणहेतवे पुत्रस्य दुन्दुकारीति नाममात्रा प्रतिष्ठितं त्रिमासे निर्गते च साधेनो सुषिवेर्भगं सर्वाङ्गसुन्दरं दिव्यं निर्मलं कनकप्रभं दृष्ट्वा प्रसन्नो विप्रस्तु संस्कारां स्वयमाददे मत्वाश्चर्यं जना सर्वे दिदृक्षार्थं समागत भाग्योदयोऽधुना जात आत्मदेवस्य पश्यत धेन्या बालप्रसूदस्तु देवरूपीति कौतुकम् न ज्ञातं तद्रहस्यं तु केनापि विधियो गतः गोकर्णं तं सुतं दृष्ट्वा गोकर्णं नाम चाकरोत् कियत्कालेन तौ जातौ तरुणो तनया उभौ गोकर्णपण्डितो ज्ञानी दुन्दुकारी महाकल सानरौरक्रियाहीनो दुर्भक्षी क्रोधवर्धितः दुष्परिग्रहकर्ता च शवहस्तेन भोजनम् चौरसर्वजनद्वेषी परवेश्मप्रदीपक लालनायार्भगान् धृत्वा सद्यः कोवे निपातयत् हिंसक शस्त्रधारी च दीनान्धानां प्रवेडक चाण्डालाविरतो नित्यं पाशहस्तशसङ्गत तेन वेशाकुसङ्घेन पित्रं वित्तं तु नाशितम् एकदा पितरोदाड्य पात्राणि स्वयमाहरद तत्पिता कृपणाप्रोचे धनहीनो दुरोधः वन्द्योत्तं तु समीचीनं कुबोधो दुःखदायः उत्तिष्ठामि कुद्गच्छामि को मे दुःखं व्यवोहयेत् प्राणां त्यजामि दुःखेन कष्टं मम संसितं तदानीं तुं समागत्य गोकर्णो ज्ञानसंयुत बोधयामास जनकं वैराग्यं परिदर्शयन् असार खलु संसारो दुःखरूपी विमोहः सूतकन्यतनङ्गस्य स्नेहवान् ज्वलते निशम् न चेन्द्रस्य सुखं किञ्चिन् न सुखं चक्रवर्तिनः सुखमस्ति विरक्तस्य मुनेरेकान्तजीविनः मुञ्जाज्ञानं प्रजारोहं मोहदो नरके गति निपतिष्यति देहोऽयं सर्वं त्यक्त्वा वनं व्रज तद्वाक्यं तु समाकर्ण्य गन्तुकामापिता ब्रवे किं कर्तव्यं वने दादा
തത്വം വദ സവിസ്തരം അന്തവോ വേ സ്നേഹപാശേ ബദ്ധപാങ്കുരഹം ഷഠ കർമ്മണ പതിതോ നൂനം മാമുദ്ധര ദയാനിധേ. ഗോവർണ ഉവാച ദേഹേസി മാസ രുദ്രോഭിമതിം ത്യജത്വം യായാസുതാദിഷു സദാ മമതാം വിമുഞ്ച പശ്യാനിശം ജഗതിദം ക്ഷണഭംഗനിഷ്ഠം വൈരാഗ്യരാഗരസികോ ഭവഭക്തിനിഷ്ഠ. ദേഹേസി മാംസരുതിരേഭിമതിം ത്യജത്വം ജായാസുതാദിഷു സദാ മമതാം വിമുഞ്ച പശ്യാനിശം ജഗതിദം ക്ഷണഭംഗനിഷ്ഠം വൈരാഗ്യരാഗരസികോ ഭവഭക്തിനിഷ്ഠ. ധർമ്മം ഭജസ്വ സതതം ത്യജലോകധർമാൻ സേവസ്വ സാധുപുരുഷാൻ ജഹി കാമതൃഷ്ണാം അന്യസ്യ ദോഷഗുണചിന്തനമാശു മുക്ത സേവാഗതാരസമഹോ നിതരാം പിബത്വം. ഏവം സുതോക്തിവശതോ വിഗൃഹം വിഹായ യാതോ വനം സ്ഥിരമതേ ഗതഷഷ്ടിവർഷ യുക്തോ ഹരേരനുദിനം പരിചര്യയാസോ ശ്രീകൃഷ്ണമാപനിയതം ദിശമസ്യ പാഠാത്. ഏവം സുതോക്തിം ഗതോ വിഗൃഹം വിഹായ യാതോ വനം സ്ഥിരമതേർഗതഷഷ്ടിവർഷഃ യുക്തോ ഹരേരനുദിനം പരിചര്യയാസോ ശ്രീകൃഷ്ണമാപനിയതം ദശമസ്യ പാഠാത്. ഇതി ശ്രീപത്മപുരാണേ ഉത്തരകാണ്ഡേ ശ്രീമദ്ഭാഗവതമാഹാത്മ്യേ വിപ്രമോക്ഷോ നാമ ചതുർഥോऽധ്യായഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവം കൃഷ്ണാർപ്പണം. ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തവ പാദപത്മം ശരണാഗതം.